ഡയറക്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാനുള്ള അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുകൾ തന്നെയാണ് ഇന്ന് സംസാരിക്കാനുള്ള സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയാം. കാരണം നമുക്കറിയാം നമ്മുടെ ബിസിനസിന്റെ ജീവനാഡി അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വളരണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമുകളെ യൂട്ടിലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ ഉപയോഗപ്പെടുത്താതെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ബിസിനസ്സിനകത്ത് ഒരുപാട് ആളുകൾ എപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് പ്രോഗ്രാം പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ടിക്കറ്റിന്റെ പൈസ കൊടുക്കണ്ടേ, രണ്ടാമത് പറയുന്ന ആളെ കൊണ്ടുവരണ്ടേ, മൂന്നാമത് പറയുന്ന ആളുകൾ വിളിക്കണ്ടേ, നാലാമത് എന്ത് ചെയ്യാൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി ഈ പ്രോഗ്രാം പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ, അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഇപ്പൊ എന്താ പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രോഗ്രാമുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രോഗ്രാം. അതായത് നമുക്കറിയാം, ഇപ്പോ ഇന്നലെ GTS ഒരു എക്സ്പീരിയൻസ് പറയാം. ഇന്നലെ GTSന് നമ്മള് ടീമിനകത്ത് നിന്ന് ഒരു വ്യക്തി വന്നിരുന്നു. പക്ഷെ ആ വ്യക്തി ഈ ഒരു GTSന് വരുന്നതിന് മുൻപ് വരെ അദ്ദേഹത്തിന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ വളരെ ഒരു റോങ് അല്ല, ഒരു ചെറിയൊരു എങ്ങനെ നടന്നോളും എന്നൊക്കെയുള്ള ഒരു മട്ടാണ്. പക്ഷെ GTSന് വന്നതിന് ശേഷം ആ ഒരു 2 മണിക്കൂർ കൊണ്ട് അയാളുടെ 19 വർഷത്തെ അല്ലെങ്കിൽ 40 വർഷത്തെ അയാളുടെ ചിന്തകളെ 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു മാറ്റാൻ സാധിച്ചു. അതായത് പ്രോഗ്രാമുകൾ കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ, 1-2 ആളുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ പറയാണ്, ശരിയാണ്, ഞാന് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേനെ. അപ്പൊ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഗ്രാമുകളാണ് നമ്മളുടെ ഈ ബിസിനസിന്റെ ജീവനാഡി എന്ന് പറയും. പ്രോഗ്രാമുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രോഗ്രാംസ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഹാൻഡിൽ ചെയ്യുക, അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ എടുക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കുള്ളൂ. പലപ്പോഴും എനിക്ക് അറിയാവുന്ന ഒരു 80-20 പ്രിൻസിപ്പിൾ ആണ്. ശരിക്കും 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് ടോട്ടൽ വന്ന നിങ്ങൾക്ക് വരുന്ന ബിസിനസിന്റെ 80% ചെയ്യുന്നതും 20% ആൾക്കാരാണ്. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന ടോട്ടൽ നമ്പറിന്റെ ഒരു 80% 80% വരുന്ന ആളുകൾ 80% ആൾക്കാരെയും കൊണ്ടുവന്ന് 20% ആൾക്കാരാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തിയറിയാ. ലോകത്ത് ഒരു 20% താഴെയാണ് ഹൈ റിച്ചിലേക്ക് പോകുന്നത്. കാരണം എന്താ? ഈ 20% ആളുകളാണ് ഈ കാര്യങ്ങൾ, അതായത് എന്താണോ വേണ്ടതിനനുസരിച്ച് പെരുമാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് തന്നെ നമുക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം വരുന്നുണ്ട്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വലിയൊരു അച്ചീവർ ആണെങ്കിൽ നമ്മൾ പറയും ഒരു MAD തിയറി ഉണ്ട്. MAD തിയറി എന്ന് പറയും. അതായത് മാസീവ് ആക്ഷൻ ഡെയിലി എന്നതിന്റെ പേര് MAD, മാസീവ് ആക്ഷൻ ഡെയിലി. ഈ ഒരു തിയറി വെച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. മാസീവ് ആക്ഷൻ ഡെയിലി. പലപ്പോഴും ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രീം ഇല്ലാത്തതല്ല, ഗോൾ ഇല്ലാത്തതല്ല പ്രശ്നം. ഡ്രീമും ഗോളും ഉണ്ടായിരിക്കും, പക്ഷെ MAD എന്ന് പറഞ്ഞ സംഭവം അതില്ല. മാസീവ് ആക്ഷൻ ഡെയിലി എന്ന് പറയുന്ന ആ ഒരു തിയറി ആരും ഫോളോ ചെയ്യുന്നില്ല. നമുക്കറിയണം, ബിസിനസ്സിനകത്ത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ എപ്പോഴും ഓർത്തെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് മാസീവ് ആക്ഷൻ ഡെയിലി എന്ന് പറയും. ഇപ്പൊ ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തോ അതിന്റെ ഒരു 10% കൂടുതൽ ഇന്ന് ചെയ്യണം. നാളെ നിങ്ങൾ ഇന്ന് ചെയ്തതിന്റെ ഒരു 10% കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ നാളെ ചെയ്യണം. അതായത് മറ്റു ഏത് ഒരു വ്യക്തിക്കോ അല്ല മറ്റേതൊരു ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെക്കാൾ കൂടുതൽ വളരുന്നത് നമ്മളാണ്. കാരണം നമുക്ക് മെന്റലി നമുക്ക് ഒരുപാട്, ഒരു മനുഷ്യൻ എന്ന നിങ്ങൾക്ക് അറിയാലോ, നമുക്ക്
മറ്റൊന്നിനും ഇല്ലാത്ത കുറെ കഴിവുകൾ നമുക്കുണ്ട്. കുറെ കഴിവുകളേക്കാൾ ഉപരി മെന്റൽ മൈൻഡ് പവറും അതുപോലെ തന്നെ മനസ്സ് എന്ത് ചെയ്യാ നമ്മള് കൺട്രോൾ ചെയ്യാനും അതിനേക്കാൾ ഉപരി അതിനെ പരിമിതപ്പെടുത്താനോ അല്ലെങ്കിൽ അത് വേറെ ലെവലിൽ കൊണ്ടുനടക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് വേണം? മാസീവ് ആയിട്ടുള്ള ആക്ഷൻ ഡെയിലി, എല്ലാ ദിവസവും മാസീവ് ആക്ഷൻ വേണം. ഈ ആക്ഷൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ഡ്രീം, അതുപോലെ തന്നെ വലിയ ഡ്രീമും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ചിലപ്പോ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവാം, സ്വപ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല, ശരിയാണ്, സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ സ്വപ്നങ്ങളുണ്ട്, പക്ഷെ എന്തില്ല? ആക്ഷൻ ഇല്ല. അതിന് ലേസിനെസ്, മടിയായിട്ടിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത്തരം മടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ ഇന്നു മുതൽ നമ്മുടെ എവല്യൂഷൻ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒപ്പം എന്ത് ചെയ്യാണ്, മറ്റു പ്രോഗ്രാം സ്പെൽസാർ ടീമിനകത്ത് വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിനകത്തേക്ക് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങള് വലിയ രീതിയിലുള്ള വർക്ക് ആക്ഷനിലേക്ക് കിടക്കുക. കാരണം ആക്ഷൻ ആണ് നമ്മളെ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുക? വിജയിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങള് ഒരു പ്രോഗ്രാം വരുമ്പോ ആ പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങള് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. പ്രോഗ്രാം തന്നെയാണ് നമ്മളെ ബിസിനസിന്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഈ സക്സസ്, നമ്മളെ ബിസിനസ്സിന് സക്സസ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം പ്രോഗ്രാമാണ്. ഇപ്പൊ ഇതിനൊക്കെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് അധികം വൈകാതെയാണ് ഭ്രമരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഭ്രമരം എന്ന് പറയും, അത് കാലിക്കറ്റ് വെച്ചാണ്. ഭ്രമരത്തിനകത്ത് അന്ന് എനിക്കറിയാം, എനിക്ക് വലിയ വരുമാനമൊന്നും ആയിട്ടില്ല. ഈ വലിയ വരുമാനമൊന്നും ആവാത്തൊരു സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമരം എന്നാണ് പ്രോഗ്രാം വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കി ആ പ്രോഗ്രാമിലേക്ക് കുറച്ച് ആളുകൾ കൊണ്ടുപോയാൽ സ്വാഭാവികമായിട്ടും വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ചിന്ത നമ്മൾ ലീഡേഴ്സ് പറയുകയാണ്. കാരണം ഇതിനൊരു ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയും. നമ്മളെ ലീഡേഴ്സിനെ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയും. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ലീഡേഴ്സിനെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ്? പ്രോഗ്രാം ഭ്രമരം നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് മാക്സിമം ആളെ പമ്പ് നിഷാന്തെ നമുക്ക് ഇതിനകത്ത് സക്സസ് ആവാൻ പറ്റുന്ന മനോജ് സാർ എന്ത് ചെയ്യുക? നമുക്ക് കറക്റ്റ് ആയിട്ട് നിർദ്ദേശം തരികയാണ്. അന്ന് നമുക്ക് എന്ത് വരുമാനം കിട്ടുന്നോ എന്ന് നോക്കിയിട്ടല്ല ഈ ഒരു പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്തത്. നമുക്ക് എന്തുണ്ട് അല്ലെങ്കിൽ എന്ത് വരുമാനം ഇതുവരെ കിട്ടി എന്ന് നോക്കിയിട്ടല്ല പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്തത്. എന്ത് വരുമാനം വേണം എന്ന ചിന്താഗതിയാണ് പ്രോഗ്രാമിലേക്ക്, ഈ ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ആ ഒരു പ്രൊമോഷൻ നടന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പസഫിക് പറഞ്ഞൊരു ബസ് കയ്യിൽ നിന്ന് പൈസ എടുത്ത് 9,000 രൂപയ്ക്ക് ബസ്, അതുപോലെ തന്നെ കുറെ ആളുകൾ ടിക്കറ്റ് എടുത്ത്, അങ്ങനെയൊക്കെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഗ്രാമിലേക്ക് ആളടിച്ച് കയറ്റുകയാണ്. ആ പ്രോഗ്രാം കഴിയുന്നതോട് കൂടിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ടീമിൽ കുറച്ച് ആളുകളുടെ തീരുമാനം അതിശക്തമാകുന്നു, ഈ ബിസിനസ് അതിശക്തമായി ചെയ്യാൻ തീരുമാനിക്കുന്നു. അന്ന് ആ പ്രോഗ്രാമിൽ കയറിയ വ്യക്തിയാണ് ആയിഷ മാഡമൊക്കെ. അന്ന് എന്ത് ചെയ്യാണ്? നമ്മളെല്ലാവരും അന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഈ ബിസിനസ് വിട്ടുപോകുന്ന ഒരു കാര്യം ഒരു കാരണവശാലും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സംഭവിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചത് പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇസ്മായിൽ സാർ ടീമിനകത്ത് ഒരു ഗംഭീര പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? മുബീർ സാർ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്തൊരു പ്രോഗ്രാം ഇസ്മായിൽ സാർ ടീമിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ അധികം വൈകാതെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? നമ്മളെ ടീമിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തുക. അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ടീമിനകത്ത് ഇപ്പൊ സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ ടീമിനകത്ത് ജോയിൻ ചെയ്ത് എല്ലാവരും കൂടെ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആ GTS പോരാ, ആ GTSന്റെ ആ ഹോള് പോരാ. നിങ്ങൾക്കറിയാലോ, GTSനകത്ത് നമ്മൾ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വരുന്നില്ലല്ലോ. GTSന്റെ സമയത്ത് പോലും പ്ലാൻ കൊടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാണുമ്പോ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? പരിതാപകരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് GTSന്റെ സമയത്ത് അതിന് വരാതെ പ്ലാൻ കൊടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ കാഴ്ചപ്പാടിനകത്ത് എന്താണ്? GTS അല്ല ഫീൽഡ് പ്ലാൻ കൊടുത്താൽ വിജയിക്കുന്നുള്ളതാണ്. ഫീൽഡിനകത്ത് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ വിജയിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ GTSോ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്താതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു കാരണവശാലും വിജയിക്കാൻ സാധിക്കില്ല. പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസിന്റെ ജീവനാടി എന്ന് പറയും. പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മളെ സക്സസ് ആക്കുന്ന ഒരു പോയിന്റ്. സക്സസ് ആക്കുന്ന പോയിന്റ് പ്രോഗ്രാംസ് തന്നെയാണ്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ പ്രോഗ്രാമുകളിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പ്രോഗ്രാംസ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വലിയ പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എന്ത് വേണം? നിങ്ങൾ ആദ്യം
GTS നിങ്ങൾ ഓരോ ആഴ്ചയിലെ GTS മാക്സിമം ആളുകൾ പമ്പ് ചെയ്താൽ അവരുടെ കോൺഫിഡൻസ് ലെവല്, ബിലീഫ് ലെവല്, ആക്ഷൻ ലെവല്, ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ ലെവൽ, ഇതൊക്കെ ഡിഫറെന്റ് ആവും. അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മെഗാ പ്രോഗ്രാമിലേക്ക് വലിയ രീതിയിൽ ആൾക്കാരെ കൊണ്ടുവരാനും എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് വേണം, നിങ്ങള് പ്രോഗ്രാമുകൾക്കകത്ത് മികച്ച ഫലം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം, ആദ്യം നിങ്ങൾ ജീവിതം പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പൂർണ്ണമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ തീരുമാനിക്കുക. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ തീരുമാനിക്കുക, എന്റെ ജീവിതം ഇനി വരാൻ പോകുന്ന ഈ പ്രോഗ്രാമിനെ ആശ്രയിച്ചിരിക്കും, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, അർപ്പിക്കുകയാണ് എന്നൊരു ചിന്താഗതി ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അർപ്പിക്കുകയാണ് എന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമതെന്ന് വെച്ചാല് ടിക്കറ്റുകൾ വിറ്റ് തീരുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കണം. ടിക്കറ്റ് സെല്ലിങ് അത് ഇതിനകത്ത് വലിയ ഘടകമാണ്. ടിക്കറ്റ് സെല്ലിങ് എന്ന് പറയും. ടിക്കറ്റ് സെല്ലിങ് പലപ്പോഴും എന്ത് ചെയ്യാണ്, ടിക്കറ്റ് സെല്ലിങ് ആളുകൾ വേണ്ട രീതിയിൽ എന്ത് ചെയ്യില്ല, അത് എടുത്തു വെക്കും. ഈ ബുക്കിനുള്ളിലൊക്കെ എടുത്തു വെക്കും. മയിൽപ്പീല്, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ മയിൽപ്പീല് ബുക്കിനുള്ളിൽ വെക്കല്ലോ, അത് കുറച്ച് വിരിയെന്നൊക്കെ പറഞ്ഞ് എടുത്തു വെക്കൂലേ എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ചില ആളുകള് ടിക്കറ്റ് അവസാന നിമിഷം വരെ കൊടുക്കാതിരിക്കും. എന്നിട്ട് ലാസ്റ്റ് ടിക്കറ്റ് സെല്ലിങ്ങിലേക്ക് കടക്കും. ഏറ്റവും അവസാന ദിവസങ്ങളായിരിക്കും അവർ ടിക്കറ്റ് സെല്ലിങ് കടക്കുക, അല്ലെങ്കിൽ ഏറ്റവും അവസാന ദിവസങ്ങളിൽ അവസാന ആഴ്ചക്കുള്ള ടിക്കറ്റ് സെല്ലിങ് നടക്കുക. ഒപ്പം ആ സമയത്ത് ടിക്കറ്റ് തികയില്ല ഒന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടിക്കറ്റ് ചിലപ്പോ പോവില്ല. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. അത് ചെയ്യരുത്. ടിക്കറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ടിക്കറ്റ് വിറ്റ് തീരുന്നത് വരെ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടണം ഒന്ന്. രണ്ടാമത്, ഒരേ സമയത്ത് നമ്മളെ ജോലികൾ 3 ജോലി നമ്മൾ ചെയ്യണം. എന്താണ്? 1 ടിക്കറ്റ് വിൽക്കണം, 2 നമ്മുടെ റാങ്ക് മാറണം, 3 ടീമിൽ ആളെ റാങ്കും മാറ്റണം. അതായത് ടിക്കറ്റ് സെല്ലിംഗ് ഉണ്ട്, രണ്ടാമത് നമ്മളെ റാങ്കുകൾ ചേഞ്ച് ചെയ്യണം, മൂന്നാമത് എന്ത് വേണം, ടീമിനകത്ത് റാങ്കുകൾ ചേഞ്ച് ചെയ്യണം. ഇത് 3 കാര്യങ്ങളും ഒരേ സമയം നടക്കേണ്ടതാണ്. അതായത് പിന്നെ ആളുകളെ നമ്മൾ ടീമിനകത്തുള്ള ആൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ വരുന്നു, എങ്ങനെയൊക്കെ വരുന്നു, ഏതൊക്കെ രീതിയിലാണ് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരേ സമയം ചെയ്യേണ്ടത്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യും. സാർ ടിക്കറ്റ് വിൽക്കണ്ടേ, ടിക്കറ്റ് സെല്ലിങ് ചെയ്യണ്ടേ എന്ന രീതിയിൽ ചില ആളുകൾ ചിന്തിക്കും. ചില ആളുകൾ ആ വിഷയം ടിക്കറ്റ് സെല്ലിങ് എന്നുള്ളത് എന്ത് മാറ്റി വെച്ചിട്ട് റാങ്കിന് വേണ്ടി ഓടും. വിളിക്കുമ്പോ സാർ ടിക്കറ്റ് കാര്യം ചോദിക്കും, പറയും സാർ എന്ത് പറയും, ഞാൻ റാങ്ക് മാറണ്ടേ, ടീമിനകത്ത് അയ്യോ ആ വർക്കിലാണ് ഈ വർക്കിലാണെന്ന് പറയും. അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ട്. അത് ചെയ്യരുത്. നമ്മൾ ഒരു മൾട്ടിപ്പിൾ എന്ത് ചെയ്യാണ്, ടാസ്ക് ആണ്. ഡയറക്ട് സെല്ലിങ് ചെയ്യുന്ന ആൾക്കാര് ശരിക്കും ചെയ്യുന്നത് എന്താ, മൾട്ടിപ്പിൾ ടാസ്ക് ആണ്. നിങ്ങളിപ്പോ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റ് മാത്രമാണ്, വേറെ ഒന്നും നോക്കണ്ട. അവിടെ നിങ്ങൾ PR ആണ്, PR മാത്രം, വേറെ നോക്കണ്ട. നിങ്ങൾ ഏത് ജോലി കയറി അങ്ങനെ ഓരോരോ ഡിറൈവ് ചെയ്യല്ലോ, ഓരോരോ ഡിഫറെന്റ് ആയ ജോലി ചെയ്യണ്ടേ, അതിലല്ലേ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ നമ്മളെ ഈ ബിസിനസ്സിനകത്തോ, നമ്മള് എല്ലാമാണ് അല്ലെ. നമ്മൾ ഒരേ സമയത്ത് അക്കൗണ്ടന്റ് ആണ്, ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ മാനേജറാണ്, ഒരേ സമയത്ത് ഓണറാണ്, അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നല്ലൊരു പ്യൂൺ ആവേണ്ടി വരും, അതേ സമയത്ത് നല്ലൊരു എന്ത് ചെയ്യാണ്, ഒരു ക്ലർക്കാണ്, അതേ സമയത്ത് ഒരു അക്കൗണ്ടന്റ് ആണ്, അതേ സമയത്ത് ടീം ലീഡറാണ്, എല്ലാ ജോലിയും നമ്മൾ എന്ത് ചെയ്യാണ് അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ ടാസ്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതിനകത്ത് മുൻഗണനയും പരിഗണനയുണ്ട്. ആ മുൻഗണന കൊടുത്തിട്ട് എന്ത് ചെയ്യണം. പലപ്പോഴും ആളുകൾ എന്താ വെച്ചാൽ ഇതിന് പരിഗണനയും മുൻഗണന മറ്റുമല്ലതാണ്. അപ്പൊ നമുക്കറിയാലോ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ബിസിനസിന് മുൻഗണനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുക എന്ന് പറയും. പക്ഷെ ഇവിടെ ചെയ്യുന്ന ആൾക്കാരെന്താണ്, ഈ ബിസിനസിന് പരിഗണന മാത്രമേ ഉള്ളൂ, മുൻഗണന മറ്റു പല പല കാര്യങ്ങളുമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുൻഗണന ഏത് കാര്യങ്ങൾ കൊടുക്കണോ അതാണ് വളരുക. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ബിസിനസിന് മുൻഗണന കൊടുത്താൽ ബിസിനസ് വളരും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു പ്രോഗ്രാം വരുമ്പോ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിങ്ങളെ മുൻഗണന കൊടുത്ത് നിങ്ങൾ ശക്തമായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിജയിച്ചു പോകാൻ പറ്റും. കാരണം എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്തൊക്കെ പ്രോഗ്രാമിലാണ്. ഇപ്പൊ അൽതാഫ് സാർ പറയാറില്ലേ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ചട്ടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാണ്. ആ എണ്ണയിൽ കൊണ്ട് എത്ര പപ്പടമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാച്ചാൻ പറ്റും അല്ലെ.
എന്ന മാതിരി തന്നെയാണ് പ്രോഗ്രാമുകളാണ് നമ്മുടെ ബിസിനസിന്റെ ജീവനാഡി എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ വരാൻ പോകുന്ന പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ വേണ്ടത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇപ്പൊ GTS നമുക്ക് എന്ത് എളുപ്പമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം GTS ഒക്കെ ഇപ്പൊ മലപ്പുറം GTS നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഞാൻ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഞാൻ അൽത്താഫ് സാറൊക്കെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ മലപ്പുറത്ത് GTS എന്ന സാധനം തന്നെയല്ല, കോഴിക്കോട് കൊണ്ടുപോകണം. ആ കോഴിക്കോടിലേക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഓരോ സമയങ്ങളിലും കോഴിക്കോടേക്ക് ആളെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ 10, 15, 20 ആള് ഉറപ്പ് പറയും, എന്തായാലും ഉണ്ടാവും എന്ന് പറയും, ഉറപ്പായിട്ട് പറയും ഉണ്ട് എന്ന് പറയും. നമ്മൾ അതും കേട്ട് നമ്മൾ എന്താണ് പണ്ടൊരു തവേര കാറുണ്ടായിരുന്നു, തവേര നമ്മളെ സുഹൃത്തിന്റെ, അതും കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യും, ബുക്ക് ചെയ്ത് പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്യും. ചിലപ്പോ ഒരാളും ഉണ്ടാവില്ല, ചിലപ്പോ ഒരാളുണ്ടാവുള്ളൂ, ചിലപ്പോ എന്ത് ചെയ്യാ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മളെ ഒരാളായാലും ആരും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കോഴിക്കോടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ആ പ്രവണത നിർത്തിയില്ല. പലപ്പോഴും ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആളില്ലെങ്കിൽ 1-2 പ്രാവശ്യം ആളില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ മാനസികമായി ചടച്ച് വിളി നിർത്തുക. പക്ഷെ അത്തരം ഒരു സാഹചര്യം എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇന്നിപ്പോ കോഴിക്കോട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മീറ്റിംഗ് സെന്റർ, കേരളത്തിലെ ഏറ്റവും വലിയ മീറ്റിംഗ് സെന്റർ നമ്മുടെ ഇന്ത്യയിൽ മലപ്പുറത്തുണ്ട്. ഈ മീറ്റിംഗ് സെന്ററിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ചില ആളുകള് പ്രോഗ്രാമുകളെ GTSനെ ഒന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വണ്ടിയൊക്കെ വിളിച്ച്, ഒരു വാഹനമൊക്കെ വിളിച്ച് ആ വാഹനത്തിൽ കുറെ ആൾക്കാരെയും കൊണ്ട് നേരെ എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10 പേരെ കൊണ്ടുവരാൻ വണ്ടി വിളിച്ച് ഒരു വണ്ടി ബുക്ക് ചെയ്ത് 10 പേരും കൊണ്ടുവരാൻ ചെലവ് എത്രയാണോ അത്ര തന്നെ വരുള്ളൂ ഈ 10 ആളെ കാണാൻ പോകാനും. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇതിനേക്കാളും ചെലവ് വരും 10 ആളെ കാണാൻ പോകാൻ. അവിടെ നമുക്ക് സമയനഷ്ടം, അവിടെ നമുക്ക് അവരെ കാണാൻ പോകുന്ന എഫേർട്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, അവര് എക്സ്ക്യൂസുകൾ, ഒഴിവ് കഴിവുകൾ പറയും. ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാ, പ്രോഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രോഗ്രാമിൽ കയറുന്നതിന് മുൻപത്തെ ഇപ്പൊ നിങ്ങൾ ഒരാളെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാളുടെ വർക്കിന് ഭയങ്കര റിസൾട്ട് ആവും. കാരണം അയാളുടെ ചിന്തകൾ മാറി ഭയങ്കര റിസൾട്ട് ആവും. അത് മാത്രമല്ല, നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും, നമ്മളെ കൂടെ അങ്ങ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കും, അല്ലെ? രണ്ടാമതെന്താണ്, നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ക്ലോസിംഗ് ആണെങ്കിൽ അയാളോട് പറയുന്നത് ചെയ്തോ, നല്ല ബിസിനസ് ആണ്, ഞാൻ കണ്ടതാണിത്, അതുപോലെ തന്നെ നമ്മൾ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ പ്രോഗ്രാമിൽ പങ്കെടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പറയുന്നത് നേരെ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോ എന്ത് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാലും അയാൾക്കൊരു ഉറപ്പ്, ഒരു വിശ്വാസം ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ ഹോം ഷോപ്പിയൊക്കെ പറഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ പുറകെ അയാൾ പറയും, അയാൾ അങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ഉള്ളതിന് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നീ ചെയ്തു നോക്ക്, ചിലപ്പോ നിന്റെ ഡയലോഗിൽ വ്യത്യാസം വരും പ്രോഗ്രാമിൽ കയറിയിട്ടില്ലെങ്കിൽ. എന്നാ പ്രോഗ്രാമിൽ കയറിയ ഒരാളുടെ വർക്കാണെങ്കിലോ അത് ഭയങ്കര റിസൾട്ടാണ്. കാരണം ഒരേ വേവ് ലെങ്ത് കിട്ടും നമ്മൾ സംസാരിക്കാനും നമ്മുടെ ആക്ഷനും ഒക്കെ. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, പ്രോഗ്രാമുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. പ്രോഗ്രാംസ് തന്നെയാണ് എന്ത് ചെയ്യാണ് നമ്മളെ ബിസിനസിന്റെ ഒരു കീ പോയിന്റ് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കണം. അപ്പോ ഇനി പ്രോഗ്രാമിന് മുമ്പ് ഇപ്പൊ നമുക്ക് പ്രോഗ്രാം വരാൻ പോകുന്നുള്ളൂ. പ്രോഗ്രാമിന് അന്ന്, പ്രോഗ്രാമിന് മുൻപ്, പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം, ഇങ്ങനെ ശരിക്കും പ്രോഗ്രാമിനെ 3 ആയിട്ട് തിരിക്കാൻ പറ്റും. നമ്മളിപ്പോ പ്രോഗ്രാമിന് മുൻപത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒന്ന്, പ്രോഗ്രാമിനകത്ത് ആരൊക്കെയാണ് നമ്മൾ പേഴ്സണലി ടിക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ്. കാരണം അതൊരു ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ അതൊരു വർക്ക് തന്നെയാണ്. ലിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ട്. എങ്ങനെയാണ്, പ്രോഗ്രാമിലേക്ക് ഞാൻ ആർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കാനുള്ള ലിസ്റ്റ് ഇന്ന് തയ്യാറാക്കണം നിങ്ങൾ. രണ്ടാമത്തെ കാര്യം, അതായത് നമ്മൾ പേഴ്സണൽ ലിസ്റ്റ് തയ്യാറാക്കുക. പ്രോഗ്രാം ടിക്കറ്റ് കൊടുക്കാനുള്ള ഒരു 10, 50, 100 ആളെ ലിസ്റ്റ് ഇടുക. ടിക്കറ്റ് എത്ര കിട്ടിയില്ലെങ്കിൽ ലിസ്റ്റ് ഇട്ടേക്ക്. അപ്പൊ ടിക്കറ്റ് എന്ത് ചെയ്യുക, മീൻസ് ലിസ്റ്റ് ഇടുക, പേഴ്സണൽ ലിസ്റ്റ് ഇടുക. രണ്ടാമത് ടീമിന്റെ ലിസ്റ്റ് ഇടുക. നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകാനുള്ള വരുന്ന ടീമിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഇടുക. ടീമിൽ തന്നെ 2 ലിസ്റ്റ് ഇടുക, ആക്റ്റീവായ ആൾക്കാര്, ഇനാക്റ്റീവായ ആൾക്കാർ, ഇങ്ങനെ 2 ലിസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, ടീമിൽ നമ്മളെ കൂടെ ആക്റ്റീവായിട്ട് ടീമിൽ നിൽക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അവര് എത്ര പേര് കൊണ്ടുവരുന്നു എന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് നിങ്ങൾ ഇടണം. ഇതിനകത്ത്
പ്രോഗ്രാമിന്റെ മുൻപുള്ള വർക്കുകളാണിത്. അതായത് നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു ക്ലറിക്കൽ വർക്ക് നമുക്കുണ്ട്. ക്ലറിക്കൽ വർക്ക് എന്ന് പറയും. അതായത് ക്ലറിക്കൽ വർക്ക് ശരിയായ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ക്ലറിക്കൽ വർക്ക് പലപ്പോഴും എന്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്ന ഇത്തരം ക്ലറിക്കൽ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യില്ല. ക്ലറിക്കൽ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യും. ക്ലറിക്കൽ വർക്ക് ഉണ്ട്. എങ്ങനെ എന്റെ പേഴ്സണൽ ലിസ്റ്റ് ഏതൊക്കെ, ടീമിന്റെ ആക്റ്റീവ് ആയ ആൾക്കാരാര്, ഇനാക്റ്റീവ് ആയ ആൾക്കാരാര്, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ലിസ്റ്റുകൾ ഏതൊക്കെ, അതൊക്കെ നോക്കി വെക്കണം നിങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കൂടെ 10 പേരുണ്ട്. ഈ 10 പേരോടും ഈ പണി ചെയ്യണം. എങ്ങനെ, അവരുടെ ലിസ്റ്റ് പേഴ്സണൽ ലിസ്റ്റ് തയ്യാറാക്കണം. രണ്ടാമത്തെ എന്താണ്, അവരെ ടീമിനകത്ത് ആളുകൾ ലിസ്റ്റ് അവരെ കയ്യിലുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ പണി എന്താണ്, ലിസ്റ്റ് ബിൽഡിംഗ് എന്നാണ്. ലിസ്റ്റ് ബിൽഡിംഗ്. ഈ ലിസ്റ്റ് ബിൽഡിംഗ് പിന്നെ അതിൽ കോളം വേണമെങ്കിൽ വരയ്ക്കാം, ഒരു കോളം വരയ്ക്കാം. അപ്പൊ ഒരാള് ഇപ്പൊ നമ്മുടെ ഒരു ആക്റ്റീവ് ആയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ലിസ്റ്റ് ഇടുന്നു. എന്നിട്ട് 5-8 കോളം വരയ്ക്കുക. എന്നിട്ട് ആ കോളത്തില് ഓരോ ദിവസവും വിളിക്കുന്നത് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവാം. കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയില്ല, അവിടെ ഇൻഡുവിടുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫോളോ അപ്പ് നടക്കും. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മള് മറന്നു പോകും, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. മറക്കാതിരിക്കണമെങ്കിൽ ഫോളോ അപ്പ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് വേണം നമ്മൾ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ജോലി എന്താണ്, നമ്മള് ലിസ്റ്റ് ബിൽഡിംഗ്. ഡിഫറെന്റ് ആയ പല അതായത് അവനവന്റെ ലിസ്റ്റ്, ടീമിന്റെ ലിസ്റ്റ്, ടീമിൽ ആക്റ്റീവ് ഇനാക്റ്റീവ് അങ്ങനെ ലിസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ കൊടുത്ത ആളുകൾ ലിസ്റ്റ്, അഡ്വാൻസ് വാങ്ങിയ ആൾക്കാർ ലിസ്റ്റ്, അതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ലിസ്റ്റുകൾ ആദ്യം തയ്യാറാക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ ടീമിനകത്ത് ആളുകളുടെ അവനവന്റെയും ടീമിനകത്തെയും ആൾക്കാരുടെ റാങ്കുകൾ കംപ്ലീറ്റ് എഴുതി വെക്കുക. ഏത് റാങ്കുകൾ അച്ചീവ് ചെയ്യും, പെർഫോമൻസ് ബോണസ്, റാങ്കുകൾ, റീറ്റെയിലിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതി വെക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ടിക്കറ്റുകൾ ഓരോ ദിവസവും ടിക്കറ്റിന്റെ, അത് ഞാൻ പ്രോഗ്രാം മുമ്പത്തെ കാര്യം പറയുന്നത് കേട്ടോ, ടിക്കറ്റിന്റെ അപ്ഡേഷൻ നിങ്ങൾ അതിനു വേണ്ടി മാത്രം ഒരു കുറച്ച് പേജുകൾ മാറ്റി വെക്കുക. ടിക്കറ്റിന്റെ അപ്ഡേഷൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടീമിനകത്ത് ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, ടിക്കറ്റ് കൊടുത്തു, 10 ടിക്കറ്റ് കൊടുത്തു. ഡെയിലി അത് എന്തിനാ ഒരു 2 നേരെങ്കിലും 1 മിനിറ്റിന്റെ താഴെ മതി വിളിച്ചിട്ട് എത്ര ടിക്കറ്റ് പോയി. ഈ ടിക്കറ്റ് അപ്ഡേഷൻ നടത്തണം. ടിക്കറ്റ് അപ്ഡേഷൻ ശരിയായ രീതിയിൽ നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, അവസാനം ചിലപ്പോ അവരെന്ത് ചെയ്യും, അവര് ടിക്കറ്റിന്റെ പൈസ തരും, ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ ടിക്കറ്റ് പോയിട്ടുണ്ടാവും, വിചാരിച്ച രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യില്ല, പ്രോഗ്രാമിന് വരില്ല. ചില ആൾക്കാർ എന്താ ചെയ്യാ ചോദിച്ചു കഴിഞ്ഞാല്, ശരി സാർ എങ്ങനെയാ ലീഡറെ പിണക്കുക, ടിക്കറ്റിന്റെ പൈസ കൊടുക്കാം, പക്ഷെ ടിക്കറ്റ് കൊടുത്തോ ഇല്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ടിക്കറ്റ് കയ്യിൽ വെക്കും, ടിക്കറ്റിന്റെ പൈസ കൊടുക്കും, ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല, അയാൾ മാത്രം വരും, ഭാര്യനും കൊണ്ടുവരും. അപ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ്, അത് നമ്മളുടെ പ്രോഗ്രാമിന്, ഏത് പ്രോഗ്രാം ആണെങ്കിലും ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യും, അത് ക്ഷതം സംഭവിക്കും. നേരെ മറിച്ച് നിങ്ങൾ ടീമിനകത്ത് ടിക്കറ്റ് കൊടുത്ത ആൾക്കാർ ആരൊക്കെയെന്നുള്ളത് അവർ പറയാം, സാറിന്റെ 10 ടിക്കറ്റ് കൊടുത്തിട്ട് പറയുമ്പോ ആ 10 ആളുകൾ ആരൊക്കെയാണ്, ഒറ്റ ലിസ്റ്റില് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ടിക്കറ്റ് കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ, കാരണം നമ്മള് മേജർ പ്രോഗ്രാമുകൾക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ അനലൈസ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടീമിന്റെ വളർച്ചയെ ബാധിക്കും. കാരണം നമ്മളോട് എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് ഇവർ ടിക്കറ്റ് എടുക്കും, പക്ഷെ ആർക്കും കൊടുക്കില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ടിക്കറ്റുകൾ നമ്മളെ സീരിയസ് ആയ നമ്മളെ കൂടുതൽ ആൾക്കാരൊക്കെ ടിക്കറ്റ് കൊടുത്ത് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഒരു 10 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ 10 പേരും 10 ടിക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ ഒരു 10 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള ലീഡർക്ക് 100 ടിക്കറ്റ് സെല്ലായി, 100 ടിക്കറ്റ് പോവും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ഒരു 100 ടിക്കറ്റ് ഒരു 10 ഡിസ്ട്രിബ്യൂട്ടർ ഉള്ള ലീഡർക്ക് ഒരു 100 ടിക്കറ്റ് പോവുക എന്ന് പറഞ്ഞാൽ അത് ഈസി ആയ സംഭവമാണ്. പക്ഷെ എന്ത് വേണം, ഇതേ രീതിയിൽ ശരിയായ രീതിയിൽ എന്ത് വേണം, ഇതിനെ മോണിറ്റർ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, മോണിറ്ററിങ് ചെയ്യണം. ശരിയായ രീതിയിൽ മോണിറ്ററിങ് ചെയ്തില്ലെങ്കിൽ
സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ വിചാരിച്ച കാര്യം നടക്കില്ല. അപ്പോ ടിക്കറ്റ് സെല്ലിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ടിക്കറ്റ് സെല്ലിങ്. ഞാൻ പറയും, നിങ്ങൾ 1000 കവചപ്രാവശ്യം വിൽക്കുന്ന അല്ലെ 1000 പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ലക്ഷങ്ങൾ പ്രൊഡക്റ്റ് പോകണമെങ്കിൽ ടിക്കറ്റ് സെല്ല് ചെയ്യണം. ശരിയല്ലേ? പ്രൊഡക്റ്റ് സെല്ലിങ് വലിയ രീതിയിൽ നിന്ന് നടത്തുക വേണ്ടാന്ന് പറയുന്നില്ല, അത് നല്ലതാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ ടിക്കറ്റ് വിൽക്കുന്നത് ഒരു 100 പ്രൊഡക്റ്റ് ഒരു മാസം 1 ലക്ഷം രൂപ ഉൽപ്പന്നം വിൽക്കുന്ന ആളാണെങ്കിൽ, 1 ലക്ഷം രൂപ ഉൽപ്പന്നം വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ പേഴ്സണൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനകത്ത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിന് മേലേക്ക് നമുക്ക് വിൽക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിനകത്ത് പോകുന്ന സെയിൽസ് എത്രയാണ്? എപ്പോഴും ടീമിനകത്ത് പോകുന്ന സെയിൽസ്, നമ്മളുടെ ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ വലിയ ടീം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നടക്കുന്ന കച്ചവടമാണ് വലിയ കച്ചവടം, അല്ലെ? ആ വലിയ കച്ചവടം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എണ്ണം കൂടണം. അതായത് ഇപ്പോ ലാഭം കൂടണമെങ്കിൽ എന്ത് വേണം? ടേൺ ഓവർ വർദ്ധിക്കണം, അല്ലെ? കച്ചവടത്തിന്റെ ടേൺ ഓവർ വർദ്ധിച്ചാലേ നമ്മൾ ലാഭം കൂടുകയുള്ളൂ. അപ്പൊ ടേൺ ഓവർ വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? സെയിൽസ് കൂടണം, അല്ലെ? സെയിൽസ് കൂടണമെങ്കിൽ എന്ത് വേണം? ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൂടണം. അതുകൊണ്ടാണല്ലോ KR ബേക്കറി ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാ? സെയിൽസ് കൂടാൻ വേണ്ടി, ലാഭം കൂടാൻ വേണ്ടി, അല്ലെ? അല്ലെങ്കിൽ മലബാർ ഗോൾഡ് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, എന്തിനാണ്? സെയിൽസ് കൂടാൻ, ലാഭം കൂടാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, എന്തിനാണ്? സെയിൽസ് കൂടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാണ് ഒരുപാട് ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്? നമ്മള് ഇൻഡിവിജ്വൽ ഫ്രാഞ്ചൈസിയാണ്, അതായത് വ്യക്തികളെ ഫ്രാഞ്ചൈസിയാണ്. സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ സൂപ്പർ മാർക്കറ്റ് വേണമെങ്കിൽ പറയാം, നമ്മൾ അങ്ങനെയാണല്ലോ, സഞ്ചരിക്കുന്ന ഫ്രാഞ്ചൈസി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ ഇൻഡിവിജ്വൽ ഫ്രാഞ്ചൈസികളുടെ എണ്ണം കൂടുമ്പോൾ, ഇൻഡിവിജ്വൽ ഫ്രാഞ്ചൈസി എണ്ണം കൂട്ടുക എന്ന് നമ്മൾ ചെയ്യുന്ന ബിസിനസ്. അത് ബിസിനസ് കൂടണമെങ്കിൽ അത് കൂട്ടുകയാണ്. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രാഞ്ചൈസി എണ്ണം കൂടുമ്പോൾ സെയിൽസ് കൂടും. അപ്പൊ സെയിൽസ് കൂടുമ്പോൾ ടേൺ ഓവർ കൂടുമ്പോൾ ലാഭം കൂടും. അപ്പൊ ഒരാൾ നേരിട്ട് ഉൽപ്പന്നം വിൽക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ വലിയ ടീം ഉണ്ടായി കഴിഞ്ഞാൽ സെയിൽസ് നടക്കുക. അപ്പൊ ആക്ച്വലി നമ്മൾ എന്ത് വേണം? സെയിൽസ് നടക്കണം, ടേൺ ഓവർ കൂടണം, അതിന് ആൾക്കാരുടെ എണ്ണം കൂടണം. ആളുകളുടെ എണ്ണം കൂടണമെങ്കിലും കൂടിയ ആൾക്കാരുടെ തീരുമാനം ശക്തമാവണമെങ്കിലും, തീരുമാനം ശക്തമാവും മാത്രമല്ല അവരൊരു വലിയ ഡ്രീമിനോ ഗോളിനോ വേണ്ടി ഒക്കെ വർക്ക് ചെയ്യണമെങ്കിലും പ്രോഗ്രാം വേണം. പ്രോഗ്രാമുകളാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? നേടിത്തരിക. പ്രോഗ്രാംസ് ഒരു സ്ഥിരമായിട്ട് നമ്മൾ ടീമിനെ ആളുകളെ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് GTS പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ പങ്കെടുപ്പിക്കുക. പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ ഇൻകണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഇൻകൊണ്ടാവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, ഈ ബിസിനസ്സിനകത്ത് അവരെന്ത് ചെയ്യും? ഒരു തീരുമാനം എടുക്കും. കാരണം നമ്മളെ എക്സ്പീരിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ നിങ്ങളോട് പറയുന്നത് പ്രോഗ്രാം ആണ് ഈ ബിസിനസിന്റെ ജീവനാഡി എന്ന് പറയും. ജീവനാഡി, കീ പോയിന്റ് പ്രോഗ്രാമാണ്. പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രോഗ്രാം നമ്മൾ ടീമിനകത്ത് ഇപ്പൊ GTS ഒരു ഉദാഹരണം പറയാം. GTSന് മുൻപൊക്കെ പല പ്രോഗ്രാമും നമ്മൾ ടീമിനകത്ത് മീറ്റിംഗ്സോ ട്രെയിനിങ്സോ ഒക്കെ ഉണ്ടാവും. പക്ഷെ GTS കളരുത്. ഓരോ പ്രോഗ്രാമിനും ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ പ്രോഗ്രാമിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. ചില ആൾക്കാർ സാറേ അന്ന് പെട്ടെന്ന് ശനിയാഴ്ച ട്രെയിനിങ് ആയാലും GTSന് വരണോ, അല്ലെങ്കിൽ സാറേ ശനിയാഴ്ച നമ്മൾ മീറ്റിംഗ് കൂടി GTSന് വരണോ? ചില ആൾക്കാർ എന്താ പറയാലോ, GTS ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ട്രെയിനിങ് വരില്ല. അല്ലെങ്കിൽ 2 പ്രോഗ്രാമൊക്കെ അടുപ്പിച്ച് വെച്ചാൽ ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ എന്തോരം ശുദ്ധമായ നല്ല വിവരമുള്ള മണ്ടത്തരങ്ങളാണൊക്കെ. അങ്ങനൊന്നും ഒരിക്കലും പറയരുത്. ഒരു കാരണവശാൽ അങ്ങനെ പറയരുത്. കാരണം എന്താ? ഓരോ പ്രോഗ്രാമിനും ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ട്രെയിനിങ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചില ആൾക്കാർ സാറേ എന്റെ കൂടെ GTS വന്നു, എന്റെ GTS ആൾക്കാരൊക്കെ വന്നു, പക്ഷെ ജോയിൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള അറിവ് കിട്ടണ്ട. ട്രെയിനിങ്ങിൽ ആൾ പങ്കെടുക്കുന്നില്ല. എന്റെ ട്രെയിനിങ് പറയുക, ട്രെയിനിങ്ങിന് ഇനിയിപ്പോ അവിടെ പോയി 3-4 മണിക്കൂർ ഇരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, അതിന് ഇനിയിപ്പോ 100-150-200 രൂപ പണം കൊടുക്കണം എന്ന് പറയും. നമുക്ക് GTS മതി. അവിടെ ഇപ്പൊ GTS ഫ്രീ ആണ്, ഇപ്പൊ ₹1 കൊടുക്കണ്ട, കസേരയുണ്ട്, ഫാനും ഉണ്ട്, നല്ല രസമാണ്. അവിടെ കുറെ ആൾക്കാരെ എന്ത് ചെയ്യണം, കയ്യടിക്കുകയൊക്കെ ചെയ്യും. അത് മതി. ചില ആൾക്കാർ അങ്ങനെയാണ്, ട്രെയിനിങ്ങിന് പങ്കെടുക്കൂല.
ട്രെയിനിങ്ങിന് പങ്കെടുക്കാതെ GTS മാത്രം ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അറിവ് ഈ കൊണ്ടുവരുന്ന ആൾക്ക് ഉണ്ടാവില്ല. ആയതുകൊണ്ട് തന്നെ അയാളെ കൂടെ ആൾക്കാർ നിൽക്കൂല. വരും, അടിപൊളി പ്രോഗ്രാം സ്റ്റാർട്ടായിട്ട് പോവും, നിൽക്കൂല. നിൽക്കണമെങ്കിലും ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിലും അതിന് കിട്ടണം, അതിന് അറിവ് വേണം. ആ അറിവും ആ സ്കില്ലും ഉണ്ടാക്കിയെടുക്കുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. അപ്പൊ എല്ലാ പ്രോഗ്രാമിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായ ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ ഒരു ട്രെയിനിങ്ങും ഒരു മീറ്റിംഗ്സും ഒന്നും ഒഴിവാക്കരുത്. ഇപ്പൊ RTPയുടെ എന്താണ് ലക്ഷ്യം? എന്താ? 2 ദിവസം റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. 2 ദിവസം നമ്മൾ എവിടെയെങ്കിലും മാറി നിന്ന് നമ്മുടെ ടീമിനെ എന്ത് ചെയ്യാൻ, നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡറെ എന്ത് ചെയ്യാൻ വാർത്തെടുക്കണം RTP എന്ന് പറയും. ആകെ ഒരു മൈൻഡ് ബ്ലോയിങ് പ്രോഗ്രാം ആവും RTP. മൈൻഡ് ആകെ മാറ്റുന്നൊരു പ്രോഗ്രാം. അപ്പൊ RTPയുടെ ഉദ്ദേശം വേറെയാണ്, GTSന്റെ ഉദ്ദേശം വേറെയാണ്. പിന്നെ NDO ബേസിക് നമ്മൾ NDOs ഉണ്ടാവും, ട്രെയിനിങ്സ് ഉണ്ടാവുമല്ലോ. ഈ ട്രെയിനിങ്ങിനകത്ത് എന്താണ് ഓരോ ടീമിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് എന്തെല്ലാം കാണണം, പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഓരോ ടീമിന് അങ്ങനെ ട്രെയിനിങ് എന്ത് ചെയ്യാണ് NDO അങ്ങനെ വേറെ. ഹോം മീറ്റിംഗ്സിന്റെ ഉദ്ദേശം വേറെയാണ്, ടീം മീറ്റിംഗിന്റെ ഉദ്ദേശം വേറെയാണ്. ഇത് അപ്പൊ നമ്മള് എന്ത് വേണം? നമ്മള് ഈ ബിസിനസ്സിനകത്ത് ഒരു തികഞ്ഞ ലീഡർ ആവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ അറ്റൻഡ് ചെയ്യണം. പലപ്പോഴും എന്താ ചെയ്യുന്ന അറിയോ? നിലവിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്ക് ലീവ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്ക് ചെറിയ ഷഫ്ലിങ്, അതായത് ജോലിയെ ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്താനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചില ആൾക്കാർ വരാതിരിക്കുന്നത്. 10, 30, 40 കൊല്ലം ജോലി ചെയ്തിട്ട് രക്ഷപ്പെടാത്തൊരു വ്യക്തിക്ക് ഇവിടെ 4 ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാ വിജയിക്കണം. കാറ് 2.5 വേണം, 1 അല്ല 2.5 വേണം. വീട് എത്ര വലുതായിക്കോട്ടെ, 1500 അല്ല, ഒരു 15,000 സ്ക്വയർ ഫീറ്റ് ആയാലും നല്ലതാണ്, സന്തോഷമാണ്. ട്രെയിനിങ്ങിന് വരുമോ? അത് സമയമല്ല. GTSന് വരുമോ? അത് പറ്റൂല. പ്രോഗ്രാം വരുന്നുണ്ട്, ടിക്കറ്റ് എടുക്കുവോ? അതിനൊക്കെ 600 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ അല്ലെങ്കിൽ 100 റുപ്യ 200 റുപ്യ അങ്ങനെയൊക്കെ ടിക്കറ്റ്. അത് ഇനി കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണം. അതായത് നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റങ്ങൾ സാധിക്കുന്ന മേഖലയിൽ വന്ന വ്യക്തി മാറാൻ തയ്യാറാവുന്നില്ല. അതായത് നമ്മളെ എൻറ്റയർലി മാറ്റാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ആ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച്, ആ ഇൻഡസ്ട്രിയുടെ രൂപത്തിനും ആ ഇൻഡസ്ട്രിയുടെ സ്വഭാവത്തിനും അനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിജയിക്കാത്തത്. ഈ ഒരു ബിസിനസ്സിനകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനൊരു സ്വഭാവമുണ്ട്, ഈ ബിസിനസ്സിനൊരു രീതിയുണ്ട്, ഈ ബിസിനസ്സിന് സക്സസ് ആവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വ്യക്തി എങ്ങനെയാണ്? ആ പ്രൊഫഷൻ വിജയിക്കാൻ വേണ്ടി ഇഷ്ടമില്ലെങ്കിൽ പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇഷ്ടപ്പെടേണ്ടി വരും. ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യേണ്ടി വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ആ പ്രൊഫഷണലിൽ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രൊഫഷണൽസ് എന്ന് പറയുക. അപ്പൊ നമ്മളൊരു പ്രൊഫഷണലാണ്, നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് പ്രൊഫഷണലാണ് നമ്മള്, അല്ലെ? നമ്മൾ അത് ചെയ്യേണ്ടി വരും. അപ്പോ ഒരേ സമയത്ത് നമ്മൾ ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ട്രെയിനിങ്, GTS, അതുപോലെ തന്നെ മെഗാ പ്രോഗ്രാം, അതുപോലെ തന്നെ RTPകൾ, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അല്ലാണ്ട് ഇന്നത് ഇന്നിപ്പോ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഹോം മീറ്റിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് NDOയും GTSും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. വിത്ത് ടീമായിട്ട് അറ്റൻഡ് ചെയ്യണം, ഒറ്റയ്ക്കല്ല. വിത്ത് ടീമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം പ്രോഗ്രാമുകളാണ് ഈ ബിസിനസിന്റെ ജീവനാഡി. ആദ്യം മനസ്സിലാക്കുക. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇപ്പോ പ്രോഗ്രാമിൽ ടിക്കറ്റിന്റെ കാര്യം പറയുമ്പോ, അയ്യോ മാസം 6 ലക്ഷം വേണോ? അത് വേണം. മാസം 60,000 ആഴ്ചയിൽ വേണോ? അത് വേണം. എന്നാ ഒരു 10 ടിക്കറ്റ് 6,000 രൂപ, അയ്യോ അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ? ഒരു ഏക്കറിൽ നിന്ന് നമുക്ക് നെല്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണം ഒരു 3-4 പിടി എന്ത് ചെയ്യാണ്? നെല്ല് വിതറുക, അല്ലേ? ശരിയല്ലേ? നിങ്ങൾ എന്ത് ചോദിക്കും? നമ്മള് വിതയ്ക്കാതെ, പണ്ടത്തെ പഴമക്കാര് വരുന്ന പഴഞ്ചൊല്ല് വെറുതെ അല്ലേ, വിതയ്ക്കാതെ കൊയ്യാൻ പറ്റില്ല. ചില ലീഡേഴ്സ് എന്ത് ചെയ്യും? ടീമിനകത്ത് ടിക്കറ്റ് വാങ്ങിയിട്ടാണ് പ്രോഗ്രാമിന് വരിക. ലീഡറെ എന്തൊരു ബാലിശമായ കാര്യമാണത്.
ഒരു കാരണവശാലും ചെയ്ത് ടീമിൽ നമ്മളുള്ള ക്രെഡിബിലിറ്റി പോവല്ലേ. ഡ്യൂപ്ലിക്കേഷൻ അത് ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യില്ലേ. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നമുക്ക് ആദ്യം ഇപ്പൊ നമുക്കറിയാം, ഒരു കർഷകൻ ആ കർഷകൻ വിതയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിദാരിദ്ര്യമായിരിക്കും. എനിക്കറിയാം, എന്റെ ഫാദർ, ഞങ്ങൾക്ക് കുറച്ച് റബ്ബറുള്ള സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ റബ്ബർ വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടില് അത് കൊടിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. പക്ഷെ എന്നാലും ആ റബ്ബറിന് വളമിടണം, അമ്മയുടെ സ്വർണവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പണയം വെക്കും. എന്റെ അമ്മയ്ക്കൊരു കുറച്ച് ഈ സ്വർണ്ണം എന്തിനാണ് പണയം വെക്കാൻ എടുക്കാൻ മാത്രമേ അത് ഉണ്ടായിരുന്നു. കാരണം എന്താ, ഓരോ സമയങ്ങളിൽ ഈ റബ്ബറിന് വളമിടണം. അതുപോലെ തന്നെ അത് ഓരോ ചീക്ക് രോഗം വരും, അതിന് വളം മീൻസ് അത് ഒരു സാധനം തേക്കണം. അതുപോലെ തന്നെ അതിന് ചുറ്റുഭാഗം മറയ്ക്കണം. ഈ റബ്ബറൊക്കെ വെക്കുമ്പോൾ ചുറ്റുഭാഗം മറയ്ക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഓരോ എന്താ ബസൂരിപ്പോസോ, യൂറിയ, പൊട്ടാഷ്, ഇങ്ങനെ കുറെ വളം ഇടണം. അതൊക്കെ ഈ 7 കൊല്ലം എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, കൊടിയ ദാരിദ്ര്യം. പക്ഷെ ആ സമയത്തും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നത് എന്ത് ചെയ്യാണ്, വെച്ച റബ്ബറിന് എങ്ങനെ ഭക്ഷണം കൊടുക്കാം, അതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെയാണ് അത് വളർത്തി വലുതാക്കി. പിന്നെ 7-ാം കൊല്ലം തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വെട്ടി പാലെടുത്ത് ഷീറ്റാക്കി വിറ്റ് പൈസ കിട്ടാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താ, അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സും. നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടുന്നു എന്നനുസരിച്ചിട്ടല്ല നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യുന്നു എന്ന് തീരുമാനിക്കാൻ. ബിസിനസ്സിന് എന്തെല്ലാം ചെയ്യണം, ഇതിനകത്ത് ടിക്കറ്റ്, ഇപ്പൊ 10 ടിക്കറ്റ് 6000 രൂപ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ടിക്കറ്റ് ചാർജ് എത്രയാണോ അത്ര എടുക്കുക. അതിന് എന്ത് വേണം, അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് വേണം ചെയ്യണം. റിട്ടേൺ കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ബാങ്കിൽ നിന്നും 10,000 രൂപ എല്ലാ മാസവും കിട്ടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ 10 ലക്ഷം കൊണ്ടിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ശരിയല്ലേ? എന്ത് കാര്യത്തിലും അവിടെ കൊണ്ടിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. എന്ന മാറ്റത്തിലാണ് ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളുടെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ പറഞ്ഞത്, അല്ലാണ്ട് നമ്മള് ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒന്നല്ല പറഞ്ഞത്. നമ്മുടെ അനുഭവത്തിലൂടെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ടിക്കറ്റ് സെല്ലിംഗ്, അതുപോലെ തന്നെ പ്രോഗ്രാമിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ടിക്കറ്റ് സെല്ലിംഗ്, ടീമിനകത്ത് ടിക്കറ്റുകൾ എന്ത് ചെയ്യാണ് എല്ലാവരും എടുത്തിട്ടുണ്ടോ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് വേണം, നിങ്ങള് ടീമിനകത്ത് ടീമിന്റെ റാങ്കുകൾ, അതുപോലെ തന്നെ ടീമിനകത്ത് ഇനാക്റ്റീവായ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏൽപ്പിക്കണം. അതായത് ഒരു മാർക്കറ്റിൽ ചെയ്യുന്ന ആളെന്താ, അയാൾ എങ്ങനെ ചെയ്യുക, അയാളുടെ ആശയങ്ങൾ അല്ലെ അയാളുടെ ചിന്തകൾ ടീമിന്റെ ചിന്തകളാക്കി മാറ്റാനുള്ള സ്കില്ല്, കഴിവുണ്ടെങ്കിൽ ഈ ബിസിനസ് എളുപ്പത്തിൽ നടക്കും. അടിച്ചേൽപ്പിക്കുന്നതും സന്തോഷത്തോടെ ചെയ്യുന്നതും രണ്ടാ. സന്തോഷത്തോടെ ഒരു കാര്യം ഏറ്റത് ചെയ്യിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ചിന്തകളെ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് ഈ ബിസിനസ്സിനെ ടപ്പെന്ന് വിജയിച്ച് കയറാൻ പറ്റുക. അത് ഈ ബിസിനസ്സിന് ഒരു പ്രധാനപ്പെട്ട ഘടക. നമുക്ക് ചില ചിന്തകൾ ഉണ്ടാവും, അതൊറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചില്ല ചെയ്യേ. നമുക്ക് ഇങ്ങനൊരു കാര്യം, അത് നമ്മളുടെ ഐഡിയയിൽ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ രീതിയിലേക്ക് അവരെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓരോ ഏരിയയിലും വാഹനങ്ങൾ ബുക്ക് ചെയ്യണം. ഓരോ ഏരിയയിലും ഇപ്പൊ ഇന്ന് നിങ്ങൾ താഴെ ആകെ ഒരു 5 ആൾ വിചാരിക്കുക. ആ 5 ആള് ഇപ്പൊ ഒരാള് ഉള്ളത് തിരൂരാണ്, ഒരാളുള്ളത് എന്ത് ചെയ്യാണ് യൂണിവേഴ്സിറ്റിയാണ് വിചാരിക്കുക, ഒരാളുള്ളത് നിലമ്പൂരാണ്, ഒരാളുള്ളത് കാളികാവാണ്. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുക, പ്രോഗ്രാമിന് ഇനി ഒരു 19 ദിവസം ഉണ്ട്. ഈ ഓരോ വ്യക്തിയെയും ഞാൻ ഓരോ ബസ്സിലേക്കുള്ള ആളുകളെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ് ഞാൻ ചെയ്യും. എന്നിട്ട് അത് ഓരോ ബസ്സുകൾ വരണം എന്നൊരു കാഴ്ചപ്പാട് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയെടുത്താൽ, ആ തീരുമാനം അതിശക്തവും നിങ്ങളുടെ ഒരു അപ്ലൈൻ മെന്റർ ലീഡറായിട്ട് ഇരുന്നിട്ട് അതൊരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ഒരു ഹെവി വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ബിസിനസ് ജീവിതത്തിനകത്ത് ഈ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി തിരിഞ്ഞു നോക്കണ്ട, മാസ ലക്ഷങ്ങൾ വരുമാനമായിരിക്കും. ആർക്കാണ് ആ പ്രോഗ്രാമിനകത്ത് 50 പേരെ കയറ്റാൻ പറ്റുക? നിങ്ങളുടെ ഏത് പ്രോഗ്രാം, നിങ്ങളിപ്പോ ഇസ്മായിൽ സാർക്ക് ഒരു മെഗാ പ്രോഗ്രാം വരുന്നുണ്ട്, ഇസ്മായിൽ സാറിന്റെ മെഗാ പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാമിനകത്തേക്ക് അടിച്ചു കയറ്റണം ഇസ്മായിൽ സാറിന്റെ ആ പ്രോഗ്രാം. കാരണം ഇസ്മായിൽ സാർ നമുക്കറിയാലോ,
ഈ ബിസിനസ്സിനകത്ത് ഞാൻ എപ്പോഴും പറയും, വാക്കുകൾ കൊണ്ട് അനർഘ നിർഗളം എന്ത് ചെയ്യാണ്, വാക്കുകൾ കോരിച്ചൊരിയുന്ന, അത് മാത്രമല്ല ടീമിനെ ഹൈലി മോട്ടിവേറ്റ് ചെയ്യുന്ന, ടീമിന്റെ എന്ത് ചെയ്യാണ് ഒരു കണ്ണിലുണ്ണിയായ, അല്ലെങ്കിൽ ടീമിനെ അങ്ങനെ നോക്കുന്ന ലീഡറാ ഇസ്മായിൽ സാറ്. ഞാൻ ഇസ്മായിൽ സാറ് പലപ്പോഴും പല സമയങ്ങളിൽ ഞാൻ ഇസ്മായിൽ സാറ് ഞങ്ങൾ വാട്സപ്പിൽ അങ്ങോട്ട് കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് വിളിക്കുമ്പോഴൊക്കെ ഇസ്മായിൽ സാറിന്റെ ആ വാക്കുകള്, ആ ഒരു അറിവ്, ആ ഒരു പാണ്ഡിത്യം സ്വാഭാവികമായിട്ട് ടീമിനെ ചുരുങ്ങിയ സമയം കൊണ്ടല്ല ടീം അടിച്ചടിച്ച് കയറുന്നത്, വേറെ ലെവലിലേക്ക് ടീം പോകുന്നത് എന്തുകൊണ്ടാ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇസ്മായിൽ സാർ അവിടെ ഒരു വലിയൊരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്, മുബീൻ സാറിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എന്ത് വേണം, ടിക്കറ്റുകളൊക്കെ മുൻകൂട്ടി ചെയ്യണം. അപ്പൊ ഞാൻ എല്ലാ പ്രോഗ്രാമിനകത്തും നിങ്ങൾ എന്ത് വേണം, എല്ലാ പ്രോഗ്രാമിനും നിങ്ങൾ ഉപയോഗപ്പെടുന്നത്. ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് എന്റെ പ്രോഗ്രാമാണ്, എന്റെ ലൈഫ് സക്സസ് ആവാനുള്ളതാണ്, എന്റെ മാത്രം പ്രോഗ്രാം ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഈ പ്രോഗ്രാമിലെ എന്ത് ചെയ്യാ, ഒരു യൂട്ടിലൈസർ ആവണം നിങ്ങൾ. പ്രോഗ്രാം യൂട്ടിലൈസർ ആവാന്ന് പറയും. പ്രോഗ്രാം യൂട്ടിലൈസർ ആവുക, അല്ലാതെ പ്രോഗ്രാം എന്ത് ചെയ്യാ കാണുന്ന ആളാവരുത്, ഉപയോഗപ്പെടുന്ന വ്യക്തിയായിരിക്കണം. പ്രോഗ്രാം യൂട്ടിലൈസർ ആവണം നിങ്ങൾ. അതിനെന്താ വേണ്ട, ഇത്ര കാലം ചെയ്യണം. നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുക, ഇത്ര ആൾക്കാർ ഞാൻ കയറ്റും. ഇപ്പൊ എനിക്ക് ടീമില്ല, ചിലപ്പോ 1-2 ആൾക്കാരുള്ളൂ, പക്ഷെ ഞാൻ ഇത്ര ആളുകൾ പങ്കെടുപ്പിക്കും എന്നൊരു കാഴ്ചപ്പാടോടുകൂടി അതിശക്തമായ രീതിയിൽ മാസീവ് ആക്ഷൻ ഡെയിലി എന്ന ഒരു കോൺസെപ്റ്റില് നിങ്ങൾ ഇറങ്ങി നോക്കിയേ, നിങ്ങൾ ഇതിനകത്തൊരു വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അൽത്താഫ് സാർ എപ്പോഴും പറയുന്നല്ലേ, ആക്ഷൻ, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, അല്ലേ? ഇത് പറയുന്നാൽ ഇതന്നെയാണത്. ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്ഥിരത വേണം, കൺസിസ്റ്റൻസി, സ്ഥിരത, കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മളെ വലിയ ലക്ഷ്യങ്ങൾ വേണം, വലിയ ഗോളുകൾ വേണം, ലക്ഷ്യങ്ങൾ വേണം, ഫോക്കസ്. നമുക്കറിയാലോ, സ്പീഡ്, അതായത് സ്പീഡ്, ഫോക്കസ്, ഡ്രീം, സ്പീഡ്, ഫോക്കസ്. നമുക്കിത് 3 വേണം. സ്പീഡ് വേണം, വർക്കിന് സ്പീഡ് വേണം. ചില ആളുകളൊക്കെ വർക്കിന് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ 3-4-5 ആൾക്കാരെ കാണാം. ചില ആൾക്കാർ ചിലത് പ്ലാൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് ചായയും ചോറും അതൊക്കെ തിന്ന് കഴിച്ച് സംസാരിച്ച് അങ്ങനെ അങ്ങോട്ട് വൈകുന്നേരമാവും. അതല്ല, ഒരു ദിവസം ഒരു 5-6 പ്ലാൻ, ഒരു 1 മണിക്കൂറിലൊക്കെ ഒരു പ്ലാൻ ഒക്കെ ഒരു 10-40 മിനിറ്റ് പ്ലാൻ കൊടുത്ത് ബാക്കി 40 മിനിറ്റ് ക്ലോസിംഗ് സമയം കൊണ്ട് 1 മണിക്കൂറിന് ഏർപ്പാട് കഴിഞ്ഞ് ഇറങ്ങണം. ചില ആൾക്കാർ എന്ത് ചെയ്യാണ്, പ്ലാൻ കൊടുക്കാൻ പോയി അങ്ങനെ നിന്ന് ചായയും കുടിച്ച് കടി നിന്ന് കുറെ നിന്നിട്ട് അങ്ങനെ സമയമാവും. അത് പാടില്ല. നിങ്ങള് സ്പീഡ് വേണം, വർക്കിന് സ്പീഡ് വേണം. കുറെ എണ്ണം കാണണം, കുറെ ആൾക്കാർ എന്ത് ചെയ്യണം, പ്ലാൻ കൊടുക്കണം, ഒക്കെ ചെറുക്കണം, പ്രീ പ്ലാൻഡ് ആയിരിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ പ്ലാനിങ് വേണം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഒക്കെ ഡയറിയിലാക്കണം. അങ്ങനെ ഡയറിയിലാക്കി ബുക്കിലാക്കി നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് അതിനകത്ത് വലിയ രീതിയിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മുടെ സമയം അവസാനിച്ചു. ഓൾറെഡി ഇന്ന് ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പ്രോഗ്രാമുകളാണ് നമ്മളെ ബിസിനസിന്റെ ജീവനാഡി. പ്രോഗ്രാമുകളാണ് നമ്മളെ ബിസിനസിന്റെ ജീവനാഡി. എഴുതി വെച്ചോളി നിങ്ങൾ, പ്രോഗ്രാമുകളാണ് ബിസിനസിന്റെ ജീവനാഡി എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പ്രോഗ്രാം നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, MAD എന്ന് എഴുതി വെക്കുക. MAD, മാസീവ് ആക്ഷൻ ഡെയിലി എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് ഇറങ്ങി വർക്ക് ചെയ്യുക. നമ്മളുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന ആശയം നമ്മൾ ഈ ദുനിയാവിൽ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രവാചകന്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ആദ്യം മനസ്സിലാക്കുക, നമ്മളൊരു പ്രവാചകനാണ്. അപ്പോ നമ്മളുടെ ആശയങ്ങളാണ് എത്തിക്കുന്ന ജനങ്ങളിലേക്ക്. ഡയറക്ട് സെല്ലിംഗ് എന്ന ആശയത്തെ വിൽക്കാൻ ആണ് നമ്മൾ ഇറങ്ങുന്നത്. ആയതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് എന്ത് ചെയ്യുക, ഇറങ്ങുക, വർക്ക് ചെയ്യുക, ടിക്കറ്റുകൾ എടുക്കുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, വരുമാനം ഉണ്ടോ ഞാൻ ചോദിക്കുന്നില്ല. അതൊന്നും നിങ്ങളെ ടിക്കറ്റ്, നിങ്ങൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അല്ലാതെ ടിക്കറ്റ് എടുക്കുമ്പോ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഉപേക്ഷയും കൂടരുത്, മീൻസ് ഉണ്ടാവരുത്. ടിക്കറ്റിന്റെ കാര്യം പറയുമ്പോ ചില ആൾക്കാർ മുഖം ചുളിക്കരുത്. കാരണം അത് ചുളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ചുളിക്കുന്ന തുല്യാണ്. നിങ്ങളുടെ ജീവിതമാണ് ചുളിക്കുന്നത്. കിട്ടാവുന്ന അത്രയും ടിക്കറ്റുകൾ എടുക്കുക, കിട്ടാവുന്ന അത്രയും ടിക്കറ്റ് എടുത്തിട്ട് സെയിൽസിന് ഇറങ്ങുക, ടിക്കറ്റ് കൊടുക്കുക, എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം ആളുടെ പ്രോഗ്രാമിൽ എത്തിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, അൽത്താഫ് സാറ് 4ാം ക്ലാസ് വിദ്യാഭ്യാസം ചിന്തിച്ചു നോക്കി.
ഞാൻ അൽത്താഫ് സാർ അറിയുന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റും. അൽത്താഫ് സാർ എഴുതാൻ പോലും എന്ത് ചെയ്യാൻ അൽത്താഫ് സാർ അറിയില്ല. പല മെസ്സേജുകൾ വരുമ്പോ എന്ത് ചെയ്യാൻ അൽത്താഫ് സാറ് എന്നോടും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. എന്റെ പേരൊക്കെ എഴുതിയ കണ്ടിട്ട് ഞാൻ തന്നെ തൂങ്ങിച്ചാറ് വിചാരിച്ചിട്ടുണ്ട്. എന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ പേരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാല് എന്താ ചെയ്യാ, മനോജ് സാറ് പേര് എഴുതിയത് മനോജ് സാറിനെ കണ്ടില്ല, അത് ചിരിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ. കാരണം മനോജ് സാറ് ഇമാരി തെറിയാനും പാടില്ല എന്ന്. കാരണം അതെന്തോ തെറിയും പോലെ എഴുതിയിട്ടുള്ളത്. കാരണം എഴുതാൻ പോലും എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് അൽത്താഫ് സാറിന് അറിയില്ല. പക്ഷെ ഇന്ന് അൽത്താഫ് സാർ വാങ്ങുന്ന വരുമ്പോ ലക്ഷങ്ങളാണ്. അതെന്തുകൊണ്ടാ? രണ്ട് കാര്യങ്ങളാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യാ, സാറേ എനിക്ക് നടക്കുവോ, ഞാൻ പറഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് നടക്കണില്ല, സാർ എന്താ ചെയ്യാ, ടീം വളരുന്നില്ല, കംപ്ലീറ്റ് നെഗറ്റീവ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എന്നിട്ട് ചിരിച്ചെന്ത് ചെയ്യാണ് മൂഡ് മഞ്ഞാക്കും. അതല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം, വളരെ ആഞ്ഞിറങ്ങുക, നമ്മൾ ആഞ്ഞിറങ്ങുക. എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്തനല്ല, നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെന്താ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണം. ആഞ്ഞിറങ്ങുക. ചിന്തിച്ചൊക്കെ 4ാം ക്ലാസ്സുകാരനായ അൽത്താഫ് സാർ ഇന്ന് വാങ്ങുന്ന വരുമാനവും അതുപോലെ കാറും അതുപോലെ തന്നെ ഈ ലെവലിലേക്കൊക്കെ ഉയരാൻ കാരണം എന്താ? പ്രോഗ്രാമുകള്. ഏത് പ്രോഗ്രാം വന്നാലും അതിലേക്ക് ആളടിച്ചു കയറ്റാനുള്ള പണി തന്നെ. ആ പണി തന്നെ. അല്ലാണ്ട് ഞാൻ 4ാം ക്ലാസ് ആണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ല അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ചില ആൾക്കാരെ പ്രശ്നം വലിയ വിദ്യാഭ്യാസം ഉള്ളതാണ്, ആയതുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചിരുന്നാല് വലിയ പ്രശ്നമാണ്. അത് വലിയ പ്രശ്നം. ഒരുപാട് ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇന്നും ശാസ്ത്രലോകം ആകെ അതായത് ഒരു ഐഡിയ കിട്ടാൻ നടക്കുന്ന ഒരു കാര്യമാണ് ഈ വണ്ട് പറക്കുന്നത്. അതായത് എയറോ ഡൈനാമിക് സിസ്റ്റം. പക്ഷികളും വണ്ടുകളും പറക്കുന്നതിന് എയറോ ഡൈനാമിക് സിസ്റ്റം എന്ന് പറയാ. ഇപ്പൊ നിങ്ങൾ എല്ലാ പക്ഷികളും എടുത്ത് നോക്കൂ. ആ പക്ഷിയുടെ ബോഡി വെയിറ്റിന് എന്ത് ചെയ്യാ, അതിന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ചെയ്യാണ് ചിറകുകളായിരിക്കും എല്ലാ പക്ഷിക്കും ഉണ്ടാവുക. പക്ഷെ വണ്ടിന് എന്ത് ചെയ്യാണ്, വണ്ടിന് ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ ബോഡി വെയിറ്റ് ചിറകും നമ്മൾ യാതൊരു ബന്ധമില്ല. ആ ചിറക് വെച്ച് ആ ബോഡി വെയിറ്റിന് എങ്ങനെയാണ് കൊണ്ടുപോകാന്ന് എന്ത് ചെയ്യാണ് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രലോകം ആകെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ഈ വണ്ട് പറക്കുന്നത്? ഇത്രേ ഉള്ളൂ. അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ. വണ്ടിന് എയറോ ഡൈനാമിക് സിസ്റ്റം അറിയില്ല, അതുകൊണ്ട് വണ്ട് പറക്കാണ്. എന്ന മാതിരി തന്നെയാണ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിരുന്ന കാര്യമില്ല, ചെയ്യാൻ തയ്യാറാവുക, നമുക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആയതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മളെ ബിസിനസിന്റെ എന്താണ് ജീവനാടി. പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മളെ സക്സസ് ആക്കുന്നത്. പ്രോഗ്രാമിനകത്ത് ആർക്കാണോ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റുക അവർ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കും, വിജയിച്ചിരിക്കും. അതിനെന്ത് വേണം? മാസീവ് ആക്ഷൻ ഡെയിലി. നേരത്തെ രാവിലെ ഇറങ്ങുക. രാവിലെ നേരത്തെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് 2 ദിവസം കിട്ടിയ മാതിരി ഉണ്ടാവും. രാവിലെ നേരത്തെ ഇറങ്ങുക, ശക്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്യുക. മാസീവ് ആക്ഷൻ ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി നിങ്ങൾ നേരത്തെ ഇറങ്ങുന്നത് നേരത്തെ ആകുക, കയറുന്നത് നേരം വഴിയാക്കുക. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുക. ധാരാളം ആൾക്കാരെ കാണുക. ഹൈലി മോട്ടിവേറ്റഡ് ആവുക. നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഹൈലി മോട്ടിവേറ്റഡ് ആവുക. അങ്ങനെ പ്ലാൻ ചെയ്ത് ശക്തമായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവും. കാരണം നമുക്ക് വിജയമുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പരശു തമ്പുരാൻ ദൈവം ഈശ്വരൻ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പുള്ളിക്കാരന്റെ ജോലി കഴിഞ്ഞു, ഇനി നമ്മുടെ ജോലിയാണ്. ശക്തമായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് നമ്മളെ അനദർ ഡേറ്റ് ലീഡർ എന്ത് ചെയ്യും, നിങ്ങളെ രാവിലെ വരും. അപ്പൊ രാവിലത്തെ ഈ പ്രോഗ്രാമും നമ്മുടെ സക്സസിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മളുടെ ഹൈ പ്ലേയേഴ്സ് രാവിലെ നടക്കുന്നത്. ഇതിൽ മാക്സിമം നിങ്ങൾ എല്ലാവരും പങ്കെടുപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. മാസീവ് ആക്ഷൻ ഡെയിലി. വേഗം എല്ലാവരും ഫീൽഡിലേക്ക് ഇറങ്ങുക. ശക്തമായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.